ഇത് ഞാൻ കഷ്ടപ്പെട്ട കഥയല്ല. സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതേ അല്ല. സ്കൂൾ നോട്ട് പുസ്തകമുണ്ടല്ലോ, അത് കൊണ്ടുപോയി ഇടയ്ക്ക് ഇട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. എല്ലാവരും കണ്ടിട്ട് കുടുംബത്തോട് വന്നിരിക്കുകയാണ്, മമ്മൂട്ടിയോട് ഒരു ഫോട്ടോ എടുക്കാണ്. സത്യം പറയട്ടെ, ഇന്ന് എൻ്റെ കുടുംബത്തിലുള്ളവർ വാനും പിടിച്ച് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ പുസ്തക പ്രകാശനത്തിനല്ല. പ്രിയപ്പെട്ട മമ്മൂക്ക, ഇന്ന് പ്രിയപ്പെട്ടതല്ല. ഞാൻ ഒരു സിനിമാ ഭ്രാന്തനായിരുന്നു. സ്കൂളുകളിൽ ചെല്ലുന്നതിനേക്കാളും സ്കൂൾ കട്ടടിച്ച് സിനിമ പോയ ആളാണ്. അപ്പോൾ 91 പ്രിയപ്പെട്ട മമ്മൂട്ടി അവരുടെ തളപതി സിനിമയാണ്. രജനീകാന്തും മമ്മൂട്ടിയും ഏറെ പ്രശസ്തമായ ആ സിനിമ. അതിനു മുൻപ് തന്നെ മമ്മൂക്ക എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസാണ്. സത്യം പറയട്ടെ, ഇന്ന് എൻ്റെ കുടുംബത്തിലുള്ളവർ വാനും പിടിച്ച് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ പുസ്തക പ്രകാശനത്തിനല്ല. എല്ലാവരും കണ്ടിട്ട് കുടുംബത്തോട് വന്നിരിക്കുകയാണ്, മമ്മൂട്ടിയോട് ഒരു ഫോട്ടോ എടുക്കാണ്. അപ്പോൾ ഞാൻ മമ്മൂക്കാട് പറയുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ആരാധകരായിട്ടുള്ള കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയാണ്. അങ്ങനെ തളപതിക്ക് സിനിമ എന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് 2 രൂപ 30 പൈസയാണ്. കാശ് ഒന്നുമില്ലാതെ സ്കൂൾ നോട്ട് പുസ്തകമുണ്ടല്ലോ, അത് കൊണ്ടുപോയി ഇടയ്ക്ക് ഇട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. തലേ ദിവസം, ബിക്കോസ് അവിടുത്തെ രജനീകാന്ത് സിനിമയൊക്കെ റിലീസാകണമെങ്കിൽ തലേ ദിവസം തന്നെ ഏകദേശം 8-10 മണിക്കൂർ പോയി വരിയിൽ നിൽക്കണം. അങ്ങനെ തലേ ദിവസം നിന്ന് പിറ്റേ ദിവസം രാവിലെ 10:30 10:45 ഷോയിൽ പോയാണ് ഞങ്ങൾ ആ തളപതി സിനിമ കണ്ടത്. അന്നും ഇന്നും അതുപോലെ തന്നെയാണ് മമ്മൂക്ക. ഔദ്യോഗികമായിട്ട് പല വേദികളിലും ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെ പറയാം. പക്ഷെ എന്നാലും അത് കൂടാതെ പേഴ്സണൽ എപ്പോഴും ഒരു ആരാധകനുടെ ഹൃദയമുണ്ട്. ആ ഒരു സ്നേഹത്തിനാണ്, ആ ഒരു അൻപിനാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യമായി നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തട്ടെ. ഒപ്പം തന്നെ യൂസുഫ് അലി സാർ, ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ സാറെന്ന് പറഞ്ഞപ്പോൾ വരുമോ എന്നെനിക്ക് സംശയവും കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എളിമ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കണ്ട് ഇൻസ്പയർ ആവുന്ന ഒരു വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ഞാൻ ഗൾഫിലെ മുഖ്യമന്ത്രിയുമായിട്ട് ഒഫീഷ്യൽ പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അവിടെ പോകും, ഇവിടെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല, അവിടെ പോകുമ്പോൾ അറിയത്തില്ല അദ്ദേഹം എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്നെയും കൊണ്ട്, ഞാനൊരു IAS ഓഫീസറായാലും ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു IAS ഓഫീസറാണ്, സീനിയർ ഓഫീസേഴ്സൊക്കെ ഉണ്ട്. സ്വന്തം വണ്ടിയിൽ എന്നെയും കൊണ്ട് അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് തന്നെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ നിന്ന് HSBCയുടെ എന്തോ പ്രസിഡൻ്റ് ആരോ ഉണ്ട്, എന്നെയും കൊണ്ടുപോയി വീട്ടിലിരുത്തി ഒപ്പം ഭക്ഷണം കൊടുത്തു വിടുന്ന അത്രയും സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഈ വേദിയിലേക്ക്, എൻ്റെ ഈ എളിയ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. വേദിയിലുള്ള ഓരോരുത്തരും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ ബുക്കിനെ കുറിച്ച് വീഡിയോ വന്ന് ഞാൻ അധികം അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എതെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞാൻ കഷ്ടപ്പെട്ട കഥയല്ല. സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതേ അല്ല. ഈ കർക്കിടക ചികിത്സയ്ക്ക് നമ്മളെല്ലാം തിരുമ്മലിന് പോയി കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് തിരുമ്മുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവില്ലേ? അത്ര വേദന മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. മറിച്ച് തിരുമുന്നവന് കൈകളിൽ ഉണ്ടായിരുന്ന വേദനയാണ് ഈ പുസ്തകത്തിലോടുകൂടി എന്നെ ഞാനാക്കാനായിട്ട് കഷ്ടപ്പെട്ട ഓരോരോ ആൾക്കാരെയുമാണ് ഞാനതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും, അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ജീവചരിത്രമോ ആത്മകഥയോ സർവീസ് സ്റ്റോറിയോ അല്ല. ഞാൻ ഒരു സ്ഥലത്തിരുന്ന് ഈ യാത്രയിൽ ദൈവം എല്ലാവർക്കും ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് ഞാനൊരു സ്ഥലത്തേക്ക്, എവിടെയോ ഉള്ള ഒരു സ്ഥലത്തിൽ നിന്ന് എവിടെയോ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു. അച്ഛൻ എന്ന് എൻ്റെ കൂടെ ഇല്ല. പക്ഷേ എന്നാലും അച്ഛൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യ സ്നേഹിയായ MGRയാണ് അച്ഛന് ഏറെ താല്പര്യം. അങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയായിട്ട് മനുഷ്യനും മകനും മാറണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ മറ്റവരോട് കാണിക്കുന്ന ആ സ്നേഹവും അൻപുമാണ് നമ്മൾ ജീവിതം എന്ന് പഠിപ്പിച്ചത് അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹം അൻപോട് തന്നെ എന്നും എല്ലാവരും കാണിക്കും. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ചേച്ചിമാരുണ്ട്,
അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ കഥാപാത്രത്തിൽ ഒരു കഥ ഉണ്ട്. ഞാൻ കഥകൾ നീട്ടുന്നില്ല, പക്ഷേ ഈ കഥാപാത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് എന്തെങ്കിലും ആകണമെന്ന് വെച്ചാൽ പോലീസ് ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മാവൻ്റെ മകൻ മയിൽവാഹനൻ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പോലീസായിരുന്നു അവിടെ. അദ്ദേഹം പോലീസായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കണ്ട് ഒരു പ്രചോദനത്തിലാണ് ഞാൻ പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹമാണ് IG ആകണമെന്ന് പറഞ്ഞ് IPS പഠിക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്ന് ശ്യാം സാർ യൂണിഫോമോട് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്ന് യൂണിഫോം ഇടണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ്. ഞാൻ ഇട്ട് കോൺട്രവേഴ്സിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. IPS ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വിരുദനഗർ പറഞ്ഞതുപോലെ IAS ആകാൻ ശ്രമിച്ചപ്പോൾ എപ്പോഴും മനുഷ്യൻ്റെ ആദ്യത്തെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹം തോന്നും. അങ്ങനെയാണ് ഞാൻ IAS ആയതിനു ശേഷവും എനിക്കൊരു കുഞ്ഞ് ആഗ്രഹമുണ്ടായി, രാജമാണിക്യത്തിൻ്റെ പുറകിൽ ഒരു IPS ഉണ്ടാകണമെന്ന്. അങ്ങനെയാണ് ഒരു IPS വരെ ഞാൻ വിളിച്ചത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ഒരു കീഴ്വഴക്കമുണ്ട്, ഭർത്താവുടെ പേരാണ് പുറകിലെ സർനെയിമായിട്ട് ഇടുക എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ച് നിശാന്തിനി രാജമാണിക്യം IPS ഇടുമ്പോൾ രാജമാണിക്യത്തിൻ്റെ അടുത്തല്ലേ IPS വരുള്ളൂ. പക്ഷേ നിശാന്തിനി പറഞ്ഞ് ഞാൻ എൻ്റെ പേര് മാറ്റത്തില്ല, എൻ്റെ അച്ഛൻ്റെ പേരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ പോലെ എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ IASകാരുടെ ബുദ്ധി ഉപയോഗിച്ച് നിശാന്തിനിയുടെ അച്ഛൻ്റെ പേര് രാജരത്നമാണ്. നിശാന്തിനി നിശാന്തിനി എന്ന് പുറകിൽ ഇടാൻ പറഞ്ഞു. അപ്പോൾ 6 പുറകിൽ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ആ 6 രാജമാണിക്യമാണ്. അപ്പോൾ ഇപ്പോഴും ആ 6ൻ്റെ അടുത്താണ് IPS ഉള്ളത് കൊണ്ട് ചെറുപ്പകാലത്തിൽ ഞാൻ നേടിയ അല്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നം, IPS ആകാനുള്ള സ്വപ്നം എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാതെ വന്നാലും അതിൻ്റെ പുറകിൽ ഒരു IPS നേടി എൻ്റെ കൂടെ എപ്പോഴും. ഒരാൾ ബുക്ക് എഴുതുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം, ചുമ്മാ അല്ല, വീട്ടിൽ ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാർക്ക് മാത്രമേ ബുക്ക് എഴുതാൻ പറ്റുള്ളൂ. വീട് ഒന്നും നോക്കത്തില്ല. അപ്പോൾ എൻ്റെ കുടുംബമായിട്ട് നോക്കുന്ന എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾ വെണ്ട നെത്തിലെന്നുണ്ട്. ഞാൻ അവർക്ക് കൊടുക്കാത്ത സമയമാണ്, അതുകൊണ്ട് അവർക്ക് ഈ വഴി നന്ദി അറിയിക്കുന്നു. ഇതിൽ ഒരുപാട് ആൾക്കാർ, ഈ കഥകളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അമ്മാവനുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു പൈസ എനിക്ക് വേണ്ടി അന്ന് പഠിക്കാനായിട്ട് 500-ഉം 100-ഉം കൊടുത്ത് എന്നെ സഹായിച്ച ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ 3 പേർ എത്തിയിട്ടുമുണ്ട്. ധനപാലുണ്ട്, മുരളിയുണ്ട്, അതുപോലെ വൈദീശ്വരനുണ്ട്. ഇവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്കൊരു പ്രചോദനം കൂടി പറയുമെങ്കിൽ അരുൺ പറഞ്ഞായിരുന്നു, മമ്മൂക്ക ഈ കഥ പറയുമ്പോൾ ആ ലാസ്റ്റ് അവസാന സീനുണ്ടല്ലോ, ഇന്ന് കണ്ടാലും ഞാൻ കരഞ്ഞു പോകും ആ സീൻ കാണുമ്പോൾ. ഒരു പക്ഷേ ഞാൻ ബുക്ക് എഴുതാനായിട്ട് ഒരു പ്രചോദനം അങ്ങനെ വരുവാണെങ്കിൽ മമ്മൂക്കായുടെ ആ കഥ പറയുമ്പോഴുള്ള ആ വചനം പോലെയായിരിക്കും ഈ ബുക്കിനുള്ളതാണ്. ആ പ്രചോദനം ഒറിജിനലി കണ്ടെത്തി കൊടുത്ത നമ്മളെ അരുണായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഇത് ചെറുതായിട്ട് കഥ പറഞ്ഞപ്പോൾ ഞാൻ ടോണിയെ ഒരിക്കലും മറക്കാനേ പറ്റത്തില്ല. ഇത്രയും മനോഹരമായിട്ട് ആദ്യം ഞാൻ കൊടുത്തപ്പോൾ തന്നെ, ഞാൻ വായിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ ഇൻസ്പയറായ എൻ്റേത് വായിച്ചപ്പോൾ. അങ്ങനെ മനോഹരമായിട്ട് എഴുതിയ ടോണിയും അതുപോലെ തന്നെ ഒലിവ് ബുക്സ് നല്ല മനോഹരമായിട്ട് ഞാൻ എത്രയൊക്കെ ചെയ്തോ, 1 വർഷമായി ബുക്ക് എഴുതാനായിട്ട്. അത്രയും എന്നെ ഇതുപോലെ കൂടെ നിന്ന് ഒലിവ് ബുക്സിനും, അത് കൂടാതെ ഇന്ന് ഇവിടെ IMA ടീമുണ്ട്, നമ്മൾ ശരവണഭവൻ പത്മനാഭൻ എൻ്റെ സുഹൃത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജമാണിക്യം 2ാമത് പ്രാവശ്യം രാജമാണിക്യം MGR രാജമാണിക്യമായത് കേരളത്തിൽ വെച്ചാണ്. ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചാലും ഞാൻ ബുക്കിൽ കുറിച്ചിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും പറയുന്നതാണ്. ഞാൻ തമിഴ്നാട്ടിൽ ജന്മം കൊണ്ട് തമിഴ്നാട്ടിലായാലും കർമ്മം കൊണ്ട് കേരളീയനാണ്. അപ്പോൾ എന്നെ അങ്ങനെ കേരളീയനായിട്ട് ആക്കിയ ഈ മഹാനഗരം കൊച്ചിയാണ്. അന്നും രാജമാണിക്യം ഫേമസ് ആയത് മമ്മൂക്കായുടെ ആദ്യത്തെ ലേഖനം കൊണ്ടാണ് രാജമാണിക്യം ആദ്യം ഫേമസ് ആയത്. ഈ MGR രാജമാണിക്യമായിട്ട് ഒരുപാട് പ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അൻപോട് കൊച്ചിയുടെ അംഗങ്ങളാണ്. അൻപോട് കൊച്ചിയിലെ എല്ലാവരുമുണ്ട്. ഞാൻ പേരെടുത്ത് പറയാൻ സമയമില്ലെങ്കിലും അൻപോട് കൊച്ചിയിലുണ്ടായിരുന്ന ഒരുവരും, ഞാൻ രാജമാണിക്യം എന്നറിയപ്പെടുന്നത്, നമുക്കതിനെ പറഞ്ഞല്ലോ, കുളം കലക്കിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അൻപോട് കൊച്ചി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ
സരയു അൻപോട് കൊച്ചിയുടെ ഭാഗമായിരുന്നു എൻ്റെ കമ്പയറിങ് വന്ന് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരെയും പേര് പറയുന്നില്ല. വിമൽ, രമേശ് ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഹിന്ദു കുറേ ആൾക്കാരുണ്ട്. എല്ലാവരെയും ഞാൻ ഈ വേലയിൽ ഞാൻ ഓർക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കളക്ടറുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, പാവത്തെ കൊണ്ട് ഞാൻ കൂടെ ചുമപ്പിച്ചതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഈ കഥയിൽ ഒരു സൗരാഷ്ട്ര കഥ വരുന്നുണ്ട്. പറഞ്ഞല്ലോ, മുട്ട അടിച്ച് അന്ന് വരെ പീഡിപ്പിച്ചതുപോലെ ഇന്നും എൻ്റെ പീഡനം ഏറ്റുകൊണ്ട് നടക്കുന്ന ഉമേഷ് ഒരു സൗരാഷ്ട്രക്കാരനാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വന്തം അനിയനെ പോലെയാണ്. അപ്പോഴും അങ്ങനെയാണ്. ഉമേഷുണ്ട്. അൻപോട് കൊച്ചിയിൽ എൻ്റെ കൂടെ ഹനീസ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ വേളയിൽ, അതുപോലെ IMA ഡോക്ടർ ഹനീഷ് എൻ്റെ സ്വന്തം ಇನ್ನೊരു ബ്രദറാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും വിശിഷ്ട വ്യക്തികൾക്കൊക്കെ വൈകിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ തിരിച്ചു കൊടുക്കാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് തോന്നുന്നു എൻ്റെ ബാലമാമനൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ നാട്ടിലുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്. ഹരികിഷോർ, ബിജു സാർ, ഡോക്ടർ ബിജു അടക്കമുള്ളവരുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ മാത്യു ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ മറ്റു സുഹൃത്തുക്കളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, അൻപോട് കൊച്ചിയുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരെയും ഈ വേളയിൽ ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ എല്ലാവർക്കും കൊടുക്കാനുള്ളത് എൻ്റെ സ്നേഹം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അൻപോട് രാജമാണിക്യം.